നമുക്ക് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു യക്ഷിക്കഥയിലൂടെ പോകാം. കല്യങ്കാട്ടി നീലിയുടെ കഥ. പണ്ടുകാലത്ത് പലയന്നൂർ എന്ന ഗ്രാമത്തിൽ അതിസുന്ദരിയായ ഒരു യുവതിയുണ്ടായിരുന്നു. അവളുടെ പേര് ലക്ഷ്മി. ഒരു ദേവദാസി കുടുംബത്തിൽ ജനിച്ച ലക്ഷ്മി ഗ്രാമത്തിൽ അവളുടെ സൗന്ദര്യത്തിന് പ്രശസ്തമായിരുന്നു. അതേ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു ഒരു ക്ഷേത്ര പൂജാരിയുടെ മകൻ. അവന്റെ പേർ വേലവൻ. കാലക്രമേണ ഇരുവരും പരസ്പരം പ്രണയത്തിലായി. വേലവൻ ലക്ഷ്മിയെ അത്രമേൽ സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ പ്രണയത്തിനിടയിൽ ഒരു വിഷമുണ്ടായിരുന്നു. ലക്ഷ്മിയുടെ അമ്മയ്ക്ക് മകളുടെ സന്തോഷത്തിൽ താല്പര്യമില്ലായിരുന്നു. അവൾക്ക് വേണ്ടിയിരുന്നത് വേലവന്റെ പണമായിരുന്നു. ആദ്യം ചെറിയ ചെറിയ ആവശ്യങ്ങൾ അമ്മ അവനോട് പറഞ്ഞു. പിന്നീട് ആഭരണങ്ങൾ, പിന്നീട് ഭൂമി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ വേലവൻ തൻ്റെ സ്വത്തുക്കളും സമ്പത്തും ഒന്നൊന്നായി നഷ്ടപ്പെടുത്തി. അവസാനം അവൻ പൂർണ്ണമായും ദരിദ്രനായി. അപ്പോഴാണ് അവന് ആ സത്യം മനസ്സിലായത്. ലക്ഷ്മിയുടെ സ്നേഹം വെറും ചതിയായിരുന്നു എന്ന്. അപമാനവും നഷ്ടവും സഹിക്കാനാകാതെ വേലവൻ ഗ്രാമം വിട്ട് കാട്ടിലേക്ക് പോയി. ഒറ്റയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനായി. ലക്ഷ്മിക്ക് പിന്നീട് ആ സത്യം മനസ്സിലായി. അവളുടെ അമ്മ അവളുടെ സ്നേഹിതനെ ചതിക്കുകയായിരുന്നു എന്ന സത്യം. വേലവൻ താൻ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല എന്ന് പറയാൻ ക്ഷമ ചോദിക്കാൻ അവൾ അവനെ തേടി കാട്ടിലേക്ക് പോയി. കാട്ടിൽ ഒരു മരച്ചുവട്ടിൽ തളർന്നിരുന്ന വേലവനെ അവൾ കണ്ടു. കരഞ്ഞുകൊണ്ട് അവൾ എല്ലാം വിശദീകരിച്ചു. ഞാൻ നിന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല, എല്ലാം എൻ്റെ അമ്മയായിരുന്നു. വേലവൻ ഒന്നും പറഞ്ഞില്ല, നിശബ്ദമായിരുന്നു. യാത്രാക്ഷീണം കാരണം ലക്ഷ്മി അവന്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങി. കണ്ണുകൾ അടച്ചു. പക്ഷേ ആ നിമിഷം വേലവന്റെ മനസ്സിൽ അടങ്ങിയിരുന്ന കോപം പൊട്ടിത്തെറിച്ചു. അവൻ പതിയെ ലക്ഷ്മിയുടെ ശരീരത്തിലെ ആഭരണങ്ങൾ എല്ലാം ഊരിയെടുത്തു. ശേഷം അടുത്തു കിടന്ന വലിയൊരു കല്ലെടുത്തു. ഒറ്റ അടിക്ക് അവളുടെ തലയോട്ടി ചതച്ചു. രക്തം നിലത്തേക്ക് പടർന്നു. മരിക്കുന്നതിന് മുമ്പ് ലക്ഷ്മി കണ്ണു തുറന്നു പറഞ്ഞു, ഈ അന്യായത്തിന് ഞാൻ തിരികെ വരും. നിന്നെ കണ്ടെത്തും. ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ. അത് ഒരു ശാപമായിരുന്നു, ഒരു പ്രതിജ്ഞ. കുറച്ചു നിമിഷം കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയുടെ സഹോദരൻ അവളെ പിന്തുടർന്നു വന്നു. ചേച്ചിയുടെ മൃതദേഹം കണ്ടപ്പോൾ ആ വേദന സഹിക്കാനാവാതെ അവൻ അതേ രക്തം പുടരേണ്ട കല്ലിൽ തലയിടിച്ച് ആത്മഹത്യ ചെയ്തു.